വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയിൽ മാരുതി സുസുക്കി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്വീകാര്യതയുള്ള വാഹന നിർമ്മാതാക്കളായിരുന്നു ഹ്യുണ്ടായി. സാധാരണക്കാർക്കായി നിരവധി അനവധി മോഡലുകൾ പുറത്തിറക്കിയ കമ്പനി ഇന്ന് കൂടുതലും SUV-കളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സെയിൽസിലും സർവീസിലും മാരുതി പോലെ തന്നെ കുറ്റങ്ങളും കുറവുകളും ഒന്നും അധികം കേൾപ്പിക്കാത്തവർ കൂടിയാണ് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കൾ. ഉപഭോക്താക്കൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് ചെയ്തു കൊടുക്കാനും ബ്രാൻഡിന് നല്ല മിടുക്കാണ്. അത്തരത്തിൽ രാജ്യവ്യാപകമായി ഒരു സർവീസ് ക്യാമ്പയിൻ കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് ഹ്യുണ്ടായി. സ്മാർട്ട് കെയർ ക്ലിനിക് എന്ന പേരിലാണ് രാജ്യവ്യാപകമായി സർവീസ് ക്യാമ്പയിൻ തുടക്കം കുറിച്ചിരിക്കുന്നത്. 2025 ഏപ്രിൽ 25-നും മെയ് 6-നും ഇടയിൽ നടത്തുന്ന ഈ പരിപാടി ഇന്ത്യയിലെ എല്ലാ ഹ്യുണ്ടായി സർവീസ് സെന്ററുകളിലും സംഘടിപ്പിക്കും. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ചൂട് വർദ്ധിച്ചു വരുന്നതിനാൽ വേനൽക്കാലത്തേക്കായി തങ്ങളുടെ വാഹനങ്ങളെ ഒരുക്കാൻ ഹ്യുണ്ടായി കാർ ഉടമകൾക്ക് സാധിക്കും. 70 പോയിന്റുകളുള്ള വാഹന പരിശോധന തികച്ചും സൗജന്യമായിരിക്കും. ഇതിൽ വാഹനത്തിന്റെ എഞ്ചിൻ, സസ്പെൻഷൻ, ബ്രേക്കുകൾ, ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ എന്നിവയെല്ലാം പരിശോധിക്കുമെന്നാണ് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ സ്മാർട്ട് കെയർ ക്ലിനിക് ക്യാമ്പയിൻ കീഴിൽ പരിമിതമായ സമയത്തേക്ക് മറ്റ് സർവീസുകൾക്ക് ഡിസ്കൗണ്ടുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എക്സ്റ്റൻഡഡ് വാറണ്ടി പാക്കേജുകളിൽ ഉപഭോക്താക്കൾക്ക് 30% വരെയും പതിവ് മെക്കാനിക്കൽ, ലേബർ, വീൽ അലൈൻമെന്റ്, എയർ കണ്ടീഷനിംഗ് സർവീസ് എന്നിവയിൽ 15% വരെയും കിഴിവുകൾ ലഭിക്കും. കൂടാതെ തിരഞ്ഞെടുത്ത മെക്കാനിക്കൽ AC പാർട്ടുകൾക്ക് 10% വരെയും ഡിസ്കൗണ്ട് ഒരുക്കിയിട്ടുണ്ട്. ഹ്യുണ്ടായിയുടെ റോഡ് സൈഡ് അസിസ്റ്റ് പോളിസിയിൽ 10% കിഴിവും ഉണ്ട്. ഇന്റീരിയർ, എക്സ്റ്റീരിയർ ക്ലീനിംഗ് ഉൾപ്പെടെയുള്ള കോസ്മെറ്റിക് സർവീസുകൾക്കും ക്യാമ്പയിൻ കീഴിൽ ലഭ്യമാണ്. കാറിന്റെ പെർഫോമൻസും റോഡ് സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിന് വാഹനങ്ങളുടെ മെയിന്റനൻസ് എങ്ങനെ സഹായിക്കുമെന്ന് ആളുകളെ മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് സ്മാർട്ട് കെയർ ക്ലിനിക് സർവീസ് ക്യാമ്പയിന്റെ ലക്ഷ്യമെന്ന് കമ്പനി പറയുന്നു. മുമ്പും കമ്പനി ഇത്തരത്തിൽ സർവീസ് ക്യാമ്പയിനുകൾ അവതരിപ്പിച്ച് വിജയം നേടിയിട്ടുണ്ട്. 2024-2025 സാമ്പത്തിക വർഷത്തിലെ വിൽപ്പന കണക്കുകളും ഹ്യുണ്ടായിക്ക് വലിയ ലാഭം നേടാനായിട്ടുണ്ട്. ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളുടെ മൊത്തത്തിലുള്ള വിൽപ്പനയുടെ 68.5% സംഭാവന ചെയ്യുന്നത് SUV മോഡലുകളാണിപ്പോൾ. എക്സ്റ്റർ, വെന്യൂ, ക്രെറ്റ, അൽക്കാസാർ, ട്യൂസോൺ, ഓൾ ഇലക്ട്രിക്, അയോണിക് 5 തുടങ്ങിയ സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങളാണ് ബ്രാൻഡ് നിരയിലുള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വിറ്റഴിക്കപ്പെട്ട ഹ്യുണ്ടായിയുടെ കാറുകളിൽ 53.2% സൺറൂഫ് ഫീച്ചർ ഉള്ളതായിരുന്നു എന്നത് വലിയ നേട്ടമായിരുന്നു. നിലവിൽ 14 മോഡലുകളിൽ 12 എണ്ണത്തിലും ഹ്യുണ്ടായി സൺറൂഫ് വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാനാകില്ല. അത്ര പ്രായോഗികമായ സവിശേഷതയല്ലെങ്കിലും ഈ ഒരു കാര്യം ജനകീയമാക്കിയതിൽ പ്രധാന പങ്ക് ഹ്യുണ്ടായിക്കുള്ളതാണ്. ഹ്യുണ്ടായിയുടെ നൂതന സുരക്ഷാ സാങ്കേതിക വിദ്യയുടെ സ്വീകാര്യതയിലും ഗണ്യമായ വളർച്ചയുണ്ടെന്നാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അഡാസ് എന്നറിയപ്പെടുന്ന അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റവുമായി എത്തുന്ന കാറുകളുടെ വിൽപ്പന ഇരട്ടിയായത് പുതിയ സാങ്കേതിക വിദ്യയിൽ താല്പര്യമുള്ള ഉപഭോക്തൃ അടിത്തറയെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ പോയ 365 ദിവസവും കമ്പനിയെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളാണ് ഉണ്ടായത്. ഇതേക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.